കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശിശു. നമ്മുടെ ചാനൽ ശിശൂസ് കിഡ്സ് വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ? ഇല്ലെങ്കിൽ വേഗം ചെയ്യണേ, കൂടെ ആ ബെൽ ഐക്കണും കൂടെ ടച്ച് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ കൂട്ടുകാരെ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? നിങ്ങൾക്ക് കേട്ടുകഴിഞ്ഞാൽ ഇഷ്ടമായോ എന്ന് ശിശുനോട് പറയണേ. ചിന്നുകിളിയും പതുക്കെ പോകുന്ന പുഴുവും. ഒരു വലിയ കാട്ടിൽ ചിന്നു എന്ന് പേരുള്ള ഒരു കൊച്ചു കിളിയുണ്ടായിരുന്നു. ചിന്നുവിന് പാട്ട് പാടാനും മരങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ പറന്നു നടക്കാനും വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ചിന്നുവിന് ഒരു ചെറിയ സ്വഭാവ ദൂഷ്യമുണ്ടായിരുന്നു. അവൾക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നത് ഒരു രസമായിരുന്നു. ഒരു ദിവസം ചിന്നു മരച്ചില്ലയിലിരുന്ന് പാട്ട് പാടുകയായിരുന്നു. അപ്പോൾ അവൾ താഴെ ഒരു ഇലയിലൂടെ വളരെ പതുക്കെ നീങ്ങുന്ന ഒരു പുഴുവിനെ കണ്ടു. പുഴുവിന് വേഗത്തിൽ നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഹഹാ, നീ എത്ര പതുക്കെയാണ് പോകുന്നത്! നിനക്ക് എന്നെ പോലെ വേഗത്തിൽ പറക്കാൻ കഴിയില്ലല്ലോ. നിന്റെ നടത്തം കണ്ടാൽ എനിക്ക് ചിരി വരുന്നു. ചിന്നു പുഴുവിനെ നോക്കി കളിയാക്കി പറഞ്ഞു. പുഴുവിന് ചിന്നുവിൻ്റെ വാക്കുകൾ കേട്ട് സങ്കടമായി. പക്ഷെ അതൊന്നും പറയാതെ പതിയെ പതിയെ മുന്നോട്ട് നീങ്ങി. ചിന്നു വീണ്ടും പുഴുവിനെ കളിയാക്കി ചിരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിന്നു വീണ്ടും ആ സ്ഥലത്തുകൂടി പറന്നു പോകുമ്പോൾ പുഴുവിനെ കണ്ടില്ല. അവൾ അതിനെ അന്വേഷിച്ചു. ആ പതുക്കെ പോകുന്ന പുഴു എവിടെ പോയി? അവൾക്ക് അത്ഭുതമായി. അടുത്ത ദിവസം ചിന്നു പൂന്തോട്ടത്തിൽ കളിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പൂമ്പാറ്റയെ കണ്ടു. ആ പൂമ്പാറ്റയ്ക്ക് വർണ്ണാഭമായ ചിറകുകളുണ്ടായിരുന്നു. അത് വളരെ വേഗത്തിൽ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറന്നു നടന്നു. ചിന്നുവിന് ആ പൂമ്പാറ്റയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നീ എത്ര മനോഹരിയാണ്! നിനക്ക് എത്ര വേഗത്തിൽ പറക്കാൻ കഴിയുന്നു! ചിന്നു പൂമ്പാറ്റയോട് പറഞ്ഞു. പൂമ്പാറ്റ ചിന്നുവിൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. എന്നിട്ട് മൃദുവായി പറഞ്ഞു, ചിന്നു, ഞാൻ തന്നെയാണ് നീ കളിയാക്കി ആ പതുക്കെ പോയ പുഴു. ചിന്നു ഞെട്ടിപ്പോയി. അവൾക്ക് ലജ്ജ തോന്നി. താൻ കളിയാക്കിയ ആ പതുക്കെ പോയ പുഴു ഇപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പൂമ്പാറ്റയായി മാറിയെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തെറ്റിപ്പോയി പൂമ്പാറ്റെ. നിന്നെ കളിയാക്കിയതിൽ ക്ഷമ ചോദിക്കുന്നു, ചിന്നു സങ്കടത്തോടെ പറഞ്ഞു. പൂമ്പാറ്റ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല ചിന്നു, ഓരോരുത്തർക്കും അവരുടേതായ സമയമുണ്ട്. ചിലപ്പോൾ നമ്മൾ പതുക്കെ ആയിരിക്കും, പക്ഷെ പിന്നീട് നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. അന്നു മുതൽ ചിന്നു ആരെയും കളിയാക്കാതെയായി. അവൾക്ക് മനസ്സിലായി, ആരെയും അവരുടെ രൂപം കണ്ടോ കഴിവുകൾ കണ്ടോ താഴ്ത്തി കെട്ടരുതെന്ന്. എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകളും കഴിവുകളും ഉണ്ടെന്നും അവയെ ബഹുമാനിക്കണമെന്നും ചിന്നു പഠിച്ചു. ഈ കഥ നൽകുന്ന പാഠം: ആരെയും കളിയാക്കരുത്. മറ്റുള്ളവരെ അവരുടെ രൂപം കണ്ടോ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടോ കളിയാക്കരുത്. എല്ലാവർക്കും പ്രത്യേകതകളുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും പ്രത്യേകതകളുമുണ്ട്. അവയെ നമ്മൾ ബഹുമാനിക്കണം. ക്ഷമയും സ്നേഹവും. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറുന്നത് നല്ലതാണ്.